ഇന്ന് നമുക്കൊരു പാവയ്ക്ക ഫ്രൈ ആയാലോ. വട്ടത്തിൽ അരിഞ്ഞ പാവയ്ക്കയിലോട്ട് 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുക. കടായി അടുപ്പി വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നീളത്തിലരിഞ്ഞ സവാള ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതേ എണ്ണയിലേക്ക് തേങ്ങാക്കൊത്തും ഇട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി മാറ്റിക്കും. തേങ്ങാക്കൊത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അതേ എണ്ണയിലേക്ക് പാവയ്ക്ക ഫ്രൈ ആക്കി മാറ്റാം. ഫ്രൈ ആക്കി വെച്ചേക്കുന്ന സവാളയും പാവയ്ക്കയും കൂടെ മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം.